ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, യൂട്യൂബ് ഗ്രോത്ത് കൂട്ടുന്നതിന് എന്തെങ്കിലും ടൂൾസ് അവൈലബിൾ ആണോ, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അത്തരത്തിലുള്ള ഒരു ടൂളിനെ കുറിച്ചാണ്. യൂട്യൂബ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ടൂളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ടൂളാണിത്. ട്യൂബ് ബഡി എന്നാണ് ഈ ടൂളിൻ്റെ പേര്. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇത് നമുക്ക് PC-യിൽ അതുപോലെ നമ്മുടെ മൊബൈലിൽ എല്ലാം തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. ട്യൂബ് ബഡി അതുപോലെ വിഡൈക്യൂ ഇതെല്ലാം തന്നെ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ടൂൾസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ട്യൂബ് ബഡിയെ കുറിച്ചാണ്. യൂട്യൂബിൽ ഒരു 75 അല്ലെങ്കിൽ 100 വീഡിയോസിനടുത്തെല്ലാം അപ്ലോഡ് ചെയ്തു. അതിനുശേഷവും നിങ്ങൾക്ക് വേണ്ടത്ര റീച്ച് ഒന്നും നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ആപ്ലിക്കേഷനാണ് ട്യൂബ് ബഡി. ട്യൂബ് ബഡി ഉപയോഗിച്ച് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ട്യൂബ് ബഡി എക്സ്റ്റൻഷൻ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം tubebuddy.com എന്ന സൈറ്റിൽ പോവുക. ഇപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് ലഭിക്കുക. ഇതിൽ ഗ്രോ യുവർ യൂട്യൂബ് ചാനൽ ഫാസ്റ്റർ എന്ന് കാണാം. ഇതിന് താഴെയായി ഇൻസ്റ്റാൾ ഫ്രീ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ വന്നിരിക്കുന്ന ആഡ് ടു ക്രോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ട്യൂബ് ബഡിയുടെ അടുത്ത ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈൻ ഇൻ ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ജിമെയിൽ ID, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ടാണ്. നമ്മൾ ഏത് യൂട്യൂബ് ചാനലിനാണോ നമുക്ക് ട്യൂബ് ബഡി എക്സ്റ്റൻഷൻ ആഡ് ചെയ്യേണ്ടത്, ആ ID ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ID വെച്ച് ഇതിൽ ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ട്യൂബ് ബഡിയിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സാണ് നമുക്ക് ട്യൂബ് ബഡിയുടെ സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് എല്ലാം അറിയുന്നതിന് വേണ്ടി ഇവിടെ താഴെ ടൂൾ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോവുക. ഇവിടെ പ്രൈസിങ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ പ്രോ, സ്റ്റാർ, ലെജൻഡ് എന്നീ ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇയർലി പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ മന്ത്ലി നമുക്ക് വരുന്നത് $2.40 ആണ്. ടോട്ടൽ നമുക്ക് $28.80 പ്രോ ആക്സസിന് വേണ്ടി വരുന്നത്. അതുപോലെ സ്റ്റാർ ആക്സസ് വേണമെങ്കിൽ $110 നമ്മൾ നൽകേണ്ടത് ഒരു വർഷത്തേക്ക്. അതുപോലെ ലെജൻഡ് ഓപ്ഷന് വേണ്ടി ഇവിടെ അതിൻ്റെ അമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തെല്ലാമെന്ന് നോക്കാം. സാധാരണയായി നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രീ വേർഷനാണ് കിട്ടുക. ഞാൻ ഇപ്പോൾ ഇവിടെ പെയ്ഡ് മെമ്പർ ആയതിനാൽ എനിക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബിൽ ലോഗിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോകാം. നിങ്ങൾ ട്യൂബ് ബഡി എക്സ്റ്റൻഷൻ ക്രോമിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഐക്കണാണ് ലഭിക്കുക. ഇവിടെ പ്രസ് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ട്യൂബ് ബഡിയിൽ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എല്ലാം കാണാൻ സാധിക്കും. കീവേഡ് എക്സ്പ്ലോറർ, വീഡിയോ ടോപ്പിക് പ്ലാനർ, SEO സ്റ്റുഡിയോ, ബെസ്റ്റ് ടൈം ടു പബ്ലിഷ്, ക്ലിക്ക് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലാനിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി നിങ്ങൾ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്യൂബ് ബഡിയിൽ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തെല്ലാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഇതിൽ ട്യൂബ് ബഡിയുടെ ഉപയോഗം ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ടാഗ്സ് എല്ലാം ട്യൂബ് ബഡിയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന സജഷൻ വച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ടാഗ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കോർ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് 100-ൽ 63% ഈ ഒരു ടാഗിന് വാല്യൂ ഉണ്ട് എന്നാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ടാഗിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ ലഭിച്ചിരിക്കുന്ന സ്കോറാണ് ഇവിടെ കാണിക്കുന്നത്. 100-ൽ 79% ഈ ഒരു ടാഗ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള സ്കോർ നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് സ്കോർ കൂടിയ ടാഗ്സ് എല്ലാം നിങ്ങളുടെ ചാനലിൻ്റെ ടാഗ് സെക്ഷനിൽ കൊടുക്കാൻ സാധിക്കും. ഇതുവഴി നിങ്ങളുടെ വീഡിയോ റാങ്കിംഗ് കൂട്ടാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ റെക്കമെൻഡഡ് ടാഗ്സ് എന്നൊരു ഓപ്ഷൻ ട്യൂബ് ബഡി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലഭിക്കും. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ടോപ്പിക്കിനനുസരിച്ച് നമുക്ക് സജഷനായി കുറേ ടാഗ്സ് എല്ലാം ലഭിക്കും.
ഇവിടെ സജഷനിൽ വന്നിരിക്കുന്ന ടാഗ്സ് എല്ലാം റാങ്കിങ് നോക്കി നമുക്ക് ഏത് ടാഗ്സ് ആണ് നമ്മുടെ വീഡിയോയ്ക്ക് റിലവൻ്റ് ആയത് അത് നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു ടാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് വന്നിരിക്കുന്ന സ്കോർ 5 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടാഗ് നമ്മുടെ വീഡിയോയ്ക്ക് ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ അടുത്തതായി വന്നിരിക്കുന്ന ഒരു ടാഗ് ഞാൻ സെലക്ട് ചെയ്ത് ഇവിടെ ലെൻസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ടാഗിന് 85% ഓവറോൾ സ്കോർ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു ടാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് സെർച്ച് റാങ്കിങ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ടോപ്പിക്കിന് എത്ര സ്കോറാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാൻ സാധിക്കും. ഇതിന് നമ്മൾ ടൈറ്റിൽ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഈ ട്യൂബഡിയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കീവേഡ് എക്സ്പ്ലോറർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടോപ്പിക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി എക്സ്പ്ലോർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ടൈറ്റിലിന് കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓവറോൾ സ്കോർ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടൈറ്റിലിന് 58% ആണ് ഓവറോൾ സ്കോർ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് നല്ല സ്കോറിംഗ് ലഭിക്കാവുന്ന ടൈറ്റിൽ എല്ലാം കൊടുത്ത് അതിൻ്റെ സ്കോർ എത്രയാണെന്ന് ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് വീഡിയോയ്ക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതുവഴി നിങ്ങളുടെ വീഡിയോ റാങ്കിങ്ങിൽ ടോപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ചാനൽ കുറച്ച് സീരിയസ് ആയി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ചാനലിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.